ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ അവസാനം നമ്മുടെ ഭാരത് എൻഗ്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തിയൊക്കെയാണ്. അവരാദ്യമായിട്ട് ക്രാഷ് ടെസ്റ്റ് നടത്തിയ വണ്ടി നമ്മുടെ സഫാരിയും ഹരീറുമാണ്. ഈ രണ്ട് വണ്ടികളും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാരത് എൻഗ്യാപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതേ പ്രൊസീജിയറൊക്കെയാണ് ചെയ്യുന്ന രീതികളും ആ ഒരു സ്പീഡും ആ രീതിയൊക്കെ നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഭാരത് എൻഗ്യാപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ഗ്ലോബൽ എൻഗ്യാപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്രാഷ് ടെസ്റ്റാണ്. കാരണം അതൊരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, അവർ പ്രൈവറ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലൊരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വീട്ടിൽ ചെയ്തതാണ്. പക്ഷേ ഭാരത് എൻഗ്യാപ്പ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൻ്റെ കീഴിൽ വരുന്നതാണ്. അതായത് ARAയുടെ കീഴിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേൽനോട്ടം കൊണ്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അവസാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്രാഷ് ടെസ്റ്റ് വന്നേക്കാണ്. പക്ഷേ ഒരിക്കലും നമുക്കിതിന് ആ ഒരു യൂറോ എൻഗ്യാപ്പോ അല്ലെങ്കിൽ എൻഗ്യാപ്പോ അമേരിക്കൻ ക്രാഷ് ടെസ്റ്റോ അതൊന്നും നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വേറെ ലെവൽ ടെസ്റ്റുകളാണ്. കാരണം അവർ ടെസ്റ്റുകൾ ചെയ്യുന്നത് നമ്മളെക്കാൾ സ്പീഡിലാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ അവർ കാറിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡാസ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. അത്രയൊന്നും നമ്മൾ വന്നിട്ടില്ല എങ്കിലും നമുക്ക് ആ ഒരു ഗ്ലോബൽ എൻഗ്യാപ്പ് മാറി നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പ് പോലെ തന്നെയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചില കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് വിശ്വസ്തതയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പം ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇവർ ആ ഒരു ഫ്രണ്ട് ഇമ്പാക്റ്റ് നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓഫ് സെറ്റ് ആയിട്ടും ഫുൾ ക്രാഷ് അത് 64 കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ഭാരത് എൻഗ്യാപ്പിലും ചെയ്യുന്നത്. പിന്നെ സൈഡ് ഇമ്പാക്റ്റ് ഉണ്ട്, അതും നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പിലെ പോലെ തന്നെ 50 km/h സ്പീഡിലാണ് ചെയ്യുന്നത്. പിന്നെ പോൾ സൈഡ് ഇമ്പാക്റ്റ് അതും ഗ്ലോബൽ എൻഗ്യാപ്പിലെ പോലെ തന്നെ സെയിം ആണ്, 29 km/h ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ ആ ഒരു റിയർ ക്രാഷ് പ്രൊട്ടക്ഷൻ നോക്കുന്നുണ്ട്. അതായത് റിയറിൽ നിന്ന് വണ്ടി ഇടിക്കാനല്ലേ എന്തെങ്കിലും പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു സ്കോർപ്പിയോയുടെ ക്രാഷ് ടെസ്റ്റ് ഓസ്ട്രേലിയ പറഞ്ഞായിരുന്നു, അവരും ഇത് നോക്കുന്നുണ്ടെന്ന്. ഈ ടെസ്റ്റിൻ്റെ പേര് വിപ്ലാഷ് എന്നാണ്. കാരണം നമ്മൾ റിയറിൽ നിന്ന് ക്രാഷ് ഉണ്ടാകുന്നത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു സീറ്റാണ്. സീറ്റ് ആ ഒരു സ്പീഡിൽ പ്രത്യേക സ്പീഡിൽ മൂവ് ചെയ്യാൻ മാത്രമേ നമുക്ക് ആ ഒരു റിയറിൽ നിന്നുണ്ടാകുന്ന ക്രാഷിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഭാരത് എൻഗ്യാപ്പിൽ നോക്കുന്നുണ്ട്. ഗ്ലോബൽ എൻഗ്യാപ്പിൽ അങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അടുത്ത് നോക്കുന്നത് ആ ഒരു ചൈൽഡ് സീറ്റിൻ്റെ കാര്യങ്ങളാണ്. അതായത് ചൈൽഡ് റിസ്ട്രെയിൻസ് വണ്ടിയിൽ പിടിപ്പിക്കുമ്പം അതിലുണ്ടാകുന്ന അനക്കങ്ങൾ, അതിൻ്റെ മൂവ്മെൻറ്റ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് ആ ഒരു ഐസോഫിക്സ് എന്നതിന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് ഈ ഒരു ചൈൽഡ് സേഫ്റ്റിയിൽ. അത് നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പിലും ഭാരത് എൻഗ്യാപ്പിലും ഏതാണ്ട് സെയിം തന്നെയാണ്. പിന്നെ ആ ഒരു പെഡസ്ട്രിയൻ സേഫ്റ്റി നോക്കുന്നുണ്ട്. ആ പെഡസ്ട്രിയനെ പോയി കാർ ഇടിക്കുകയാണെങ്കിൽ അവർക്ക് പറ്റുന്ന പരുക്കൾ എങ്ങനെ നോക്കുന്നുണ്ട്. അതും ഗ്ലോബൽ എൻഗ്യാപ്പിലെ പോലെ തന്നെയാണ്. അവരുടെ ലെഗിന് പറ്റുന്ന പരുക്ക്, അതേപോലെ തന്നെ അവരൊന്ന് വീഴുകയാണെങ്കിൽ തല ബോണ്ടിലിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പരുക്ക്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് രണ്ടും ഏതാണ്ട് സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാരത് എൻഗ്യാപ്പിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന് രണ്ടിൻ്റെ സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻഗ്യാപ്പിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ആ ഒരു സൈറ്റിൽ പറയുന്നില്ല. പക്ഷേ ഭാരത് എൻഗ്യാപ്പിൻ്റെ ആ ഒരു ARAയുടെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ചെറിയ വണ്ടികൾ, അതായത് 3500 കിലോഗ്രാമിൽ താഴെയുള്ള വണ്ടികളുടെ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് M1 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. ആ കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ഒരു പാസഞ്ചർ വെഹിക്കിളൊക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് വലിയ ബസ്സുകളും ട്രക്കുകളും കൊമേഴ്ഷ്യൽ വണ്ടികളൊക്കെ ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ആ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യിക്കുന്ന ആ ഒരു എക്വിപ്മെൻ്റ് എല്ലാം ആ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് എയർ ബാഗിൻ്റെ ആ ഒരു സേഫ്റ്റി ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഡിപ്ലോയ് ആകുമോ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഭാരത് എൻഗ്യാപ്പ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എയർ ബാഗിൻ്റെ ആ ഒരു ECU കാലിബ്രേഷനൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയുടെ ക്രംബിൾ സോൺ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 3D ആയിട്ടൊക്കെ അത് ആനിമേഷൻ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ അവർ പഠിച്ചിട്ടാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നതെന്നാണ് പറയുന്നത്. വണ്ടിയുടെ സീറ്റുകൾ അവർ നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ സീറ്റുകൾ നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് അവർ നോക്കുന്നുണ്ട്. അതേപോലെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റൊക്കെ നമ്മളെ ആ ഒരു നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, അതേപോലത്തെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ബാഗിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ബാഗ് വിരിയാനെടുക്കുന്ന സമയം എഫിഷ്യൻ്റായിട്ടാണോ വിരിയുന്നത്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ബാഗിൻ്റെ ആ ഒരു ECU കാലിബ്രേഷനൊക്കെ അവർ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ വണ്ടിയിൽ ലഗേജ് വെക്കാൻ നേരത്തെ അതിൻ്റെ മൂവ്മെൻറ്റ്, ക്രാഷ് ചെയ്യുമ്പോൾ ലഗേജ് എങ്ങനെ മൂവ് ചെയ്യുന്നത് അതും അവർ നോക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്കൽ എക്വിപ്മെൻറ്റ്സും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രാഷ് ഉണ്ടാകുമ്പം അത് നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമോ, അതേപോലത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ക്രാഷ് ആയിക്കഴിഞ്ഞ് ആ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു സേഫ്റ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് വണ്ടി ഫുള്ളായിട്ട് 3D സ്കാനിങ് ഒക്കെ നടത്തി വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറിനുണ്ടാകുന്ന മാറ്റങ്ങളും അവരിപ്പോഴും നല്ലപോലെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു യൂറോ എൻഗ്യാപ്പും അതേപോലെ എൻഗ്യാപ്പ് അമേരിക്കയുടെ ക്രാഷ് ടെസ്റ്റൊക്കെ 30-20 വർഷമായിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം അവർ കുറേ നാളുടെ ടെസ്റ്റുകളുടെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു സേഫ്റ്റി കൂട്ടി കൊണ്ടുവന്നത്. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും തന്നെ ഇവർ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ വലിയ വണ്ടികളിലും അവർ ഭാവിയിൽ ക്രാഷ് ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഫെസിലിറ്റിയും
പിന്നെ ഈ ഒരു ഹരിയറിൻ്റെ സഫാരിയൊക്കെ ആദ്യമേ വന്നപ്പം അത് ക്രാഷ് ടെസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നത് ഈ ഒരു ഫിയറ്റിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ഓയിൽ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു ആക്സിലേറ്റർ പെഡലിലേക്ക് മുമ്പിലായിട്ടാണ്. അപ്പോൾ ക്രാഷ് ആവുകയാണെങ്കിൽ ഈ പെഡൽ വന്ന് നമ്മുടെ കാലേ കയറാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഗുരുതരമായി പരുക്കുണ്ടാകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഈ ടെസ്റ്റ് നടത്തിയേക്കുന്ന ഏറ്റവും ഫേസ് ലിഫ്റ്റഡ് മോഡലാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ അതിനെന്തെങ്കിലും സ്ഥാനമാറ്റം വരുത്തുന്നുള്ള കാര്യം നമുക്കറിയാൻ മേല. എങ്കിലും ഇതിനവർ 5 സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.